ഹലോ ഗൈസ്, അപ്പോൾ റിഷ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചാവക്കാട് ഇടയ്ക്കൂർ എന്നുള്ള ഒരു യാത്ര പുറപ്പെടുന്നു. അപ്പോൾ യാത്ര നേരെ ആസിഫിൻ്റെ വീട്ടിലേക്കാണ്. കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ആയിട്ട് നേരെ വിടും. എവിടേക്ക് നമ്മൾ പോകണമെന്നുള്ള പറഞ്ഞെടുത്തേ. വയനാട് എങ്ങനെ റൂട്ടൊക്കെ പറഞ്ഞെടുക്കും? ഗാഡി ഊട്ടിപ്പൂര്, മസിനഗുഡി, മുതുമലൈ, കൂടല്ലൂർ റൂട്ട് വഴി തമിഴ്നാടും കർണാടകയും ടച്ച് ചെയ്തിട്ട് നേരെ വയനാട്ടിൽ. അങ്ങനെ ഞങ്ങള് വയനാട് പോകാൻ ഉദ്ദേശിക്കണേ. എല്ലാവരും താമരശ്ശേരി വഴിയാ പോവാ. നമ്മള് വെറൈറ്റി റൂട്ട് എടുക്കാം. തമിഴ്നാട് കർണാടക വഴി വയനാട്. അപ്പോൾ ഒരു അടിപൊളി വ്ളോഗ് വരുന്നുള്ള ഉറപ്പാണ്. ഗൈസ്, ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വ്ളോഗ് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എന്തായാലും. എന്നും വലയല്ലേ ചെക്കൻ, ഷഡ്ഡിയൊക്കെ പുറത്തിട്ട്. ചായ പോയാ? ട്രിപ്പ് ക്യാൻസലായോ? ക്യാൻസലായി ട്രിപ്പായി. ആശുപത്രി ചാവി കളഞ്ഞു വണ്ടിയുടെ. കാറുണ്ട് കേട്ടോ. ഈ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങിയില്ലേ ഞങ്ങൾ വരുമ്പോഴേക്കും? ചതിയാണ് ചതി. പോയ വഴിക്ക് നമുക്ക് ആസിഫിന്റെ അനിയനെ കിട്ടിയിട്ട് നമുക്ക് ചെക്കനെ നോക്കി. ആസിഫിന്റെ അനിയനെ നമുക്ക് കിട്ടിയിരിക്കാണ്. എന്താ അടുത്താണോ ചെക്കൻ എല്ലായിടത്തും പോയിട്ട് ധാരാ ഗൈസ്. അപ്പോൾ ആസിഫിൻ്റെ വീട്ടിലേക്ക് ആദ്യം കിട്ടണ്ട. ആസിഫിൻ്റെ വീട്ടിലേക്ക് ഏകദേശം എത്തി. ഓഫ് റോഡാണ് ഇനി. ഓഫ് റോഡാണ് ഗൈസ്. ആസിഫിനോട് എന്താ ആസിഫിനോട് അസ്സലാമലൈക്കും. സീനായി. ഇതല്ല മറ്റേ വയറിലായ ആളൂടെ ഉണ്ട്. എവിടെ എന്റെ മറ്റേ പെണ്ണ് കിട്ടാത്തവരോടെ? എവിടെ ഈ പെണ്ണ് കിട്ടാത്തവരോടെ? ഒരെവിടെ എവിടെന്ന് പറയും? അജ്ജോടെ ഓനെ വിളിച്ചിട്ടോ പെണ്ണ് കിട്ടാത്തവനെ വിളിച്ചിട്ടോ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചിരുന്നു. അത് റിക്കവർ ചെയ്താ കുഴപ്പമൊന്നുമില്ല. കുളത്തിൽ പോകാൻ വേണ്ടിട്ട് ഭക്ഷണം വന്നിട്ട് കഴിക്കാം. കുളിച്ചിട്ട് സെറ്റായിട്ട് മാക്രോ ഈ രണ്ടാൾക്കാരുണ്ട്. സോപ്പ് ഈ കളയാണ്. ഒരു ട്യൂബുള്ളടാ, ഒരു ട്യൂബുള്ളൂന്ന്. ഒരു രൂപയുടെ മുങ്ങാത്ത സ്ഥലത്ത് പേടിച്ചിട്ട് പോയ നീന്തൂല. മൂലക്ക് പോയിരിക്കും. ഒരറിവ് സോപ്പിന് സാബൂന്. ശരി, സോപ്പ് എന്ന് പറയണം. സോപ്പ് ട്രോഫീസ് ഒക്കെ
അടുത്ത ട്യൂബ് ഗൈസ് അന്നൊന്നും പറ്റില്ല മെയിൻ ആയിട്ടാ നീരജ് ചോപ്ര മൈൻഡ് സെലിബ്രിറ്റി ആശിക് അങ്ങനെ ജാവലിൻ പറക്കണം കണ്ണെത്താ ദൂരത്തേക്ക് നിരാജരാകും പക്ഷേ ഇതാണ് എന്റെ മുതല് ഓന് സ്റ്റേറ്റ് മീറ്റ് ഗോൾഡ് ട്രോഫീസ് ഉണ്ട് ആ പറടാ കുട്ടി ആ നമ്മളെ മുതല് പെണ്ണ് കിട്ടാത്തോല് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ പെണ്ണ് കിട്ടാത്ത എന്റെ കല്യാണം നടക്കത്തില്ലേ എന്റെ കല്യാണം നടക്കത്തില്ല ചതിച്ച് എവിടെ എന്റെ ചെക്കനോടെ എന്റെ ചെക്കനോടെ ഈ പൂ മേടിച്ച ചെക്കനോടെ അവിടെ ഉണ്ടാ നോനെ വിളിച്ചിട്ട് പോയോ നോനെ വിളിച്ചിട്ട് പോയേ പേരെന്താ നാജിയ ഫാത്തിമ നാജിമ തേച്ചില്ലേ തൃശ്ശൂരിന്ന് ഒരു അടിപൊളി കുട്ടീനെ കൊണ്ടിട്ട് അവന്റെ കണ്ണാണ്ടാ വീഴും ഏട്ടയുടെ കണ്ണൊക്കെ വെട്ടിത്തിളങ്ങുന്നു പല്ല് പല്ല് ചിരിച്ചേ പല്ല് അടിച്ചിരിച്ചേ പല്ല് കൊണ്ടേ ഈ സാധനം മാറ്റേണ്ടി വരും. എത്ര രൂപ പറഞ്ഞേ? എത്ര രൂപ പറഞ്ഞേ? 100 രൂപ. ഈ സാധനം മാറ്റിയാലാണ് ഇത് എയറടിക്കാൻ പറ്റുള്ളൂ. പഞ്ചറൊക്കെ അടച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു. നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു. മീന് മാഷാല്ല ഒന്നും പറയല്ല, അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഏലക്കായുടെ ഒക്കെ ഒരു വൈബ് ടേസ്റ്റ്. ഇങ്ങോട്ട് പോയാൽ എടുക്കാം. അപ്പോൾ കേസ് ഞങ്ങള് ആസിഫിൻ്റെ അവിടുത്തെ ഒരു സ്പോട്ട് ഉണ്ട്, ഒരു അടിപൊളി ഒരു കുളം ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവണ്ട. അപ്പൊ ഞങ്ങളൊരു സ്കൂളിൽ പാസ്സാക്കിട്ട് വരാം. ഓഫ് റോഡ് അല്ലാ ഞാൻ പറഞ്ഞു വിടല്ലോ ഗൈസ്, ഒരു ഓഫ് റോഡാണ്. ഈ തമാശ കളിക്കല്ലേ? ഞാൻ ഇറക്കട്ടെ മേടിച്ചിട്ടാ, സത്യം പറയാലോ മേടിച്ചിട്ടയ്യാ. ഫോൺ എടുക്കണ വീഡിയോ എടുക്കണ വേണ്ടാന്ന് പറഞ്ഞ മേടിച്ചിട്ട് വേണം പന്നി വീഡിയോ എടുക്കണ്ടാ. ഒരു ഓഫ് റോഡ് യാത്രയാണിത്. എവിടേക്കാണേ പോണേ? പയ മുറുക്കി പിടിച്ചിരുന്നിട്ടാണ്. ആ പിന്നല്ല മൂഞ്ചിപ്പോയിരുന്നു. നമ്മ അതിന്റെ മോളിൽ കണ്ട പോണേ. എനിക്കറിയില്ലട്ടാ എന്താ വൈബ്.
എക്സ്പീരിയൻസ്. ആ സൈഡിക്കോ ഇങ്ങോട്ട് എടുക്കണ്ടേ ഗീർ കൊടുക്കണ ഇതൊക്കെ എന്താ പഠിക്ക വണ്ടി അടിക്കാ വളച്ചോളെ കാത്തോളെ ഇതിക്ക് പോയതാണ് ചെക്കര് വണ്ടി അടിക്കാം വണ്ടി അടിക്കാൻ വണ്ടി അടിക്കാറില്ല ഗൈസ്. അവരവിടെ എത്തി മരണപ്പാച്ചില് കീറും ഇതിക്ക് വീണ് വിചാരിച്ച് ചെക്കനെ നല്ലൊരു വ്യൂട്ടാ. ആ കളിക്കാം ഗൈസ്. ഈ ഒരു വ്യൂ നോക്കിയാ രക്ഷല്ലേ ഗൈസ്. അപ്പൊ നമ്മൾ ഈ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് നേരെ ഇതിന്റെ മുകളിൽ എത്തിണ്ട് കേട്ടോ. നല്ല മരണപ്പാച്ചിലായിരുന്നു. പഹന് വണ്ടി ഓടിക്കാറിയാണ്ട് പോവാ പന്നി. ഇല്ലല്ലോ വാപ്പുവാ. ആ സ്ഥലം ഫേമസ് ആക്കിക്കണേ. അല്ല അതിക്ക് ഇറങ്ങല്ല നമ്മള് അങ്ങോട്ട് കാണാൻ വേണ്ടിട്ടാ. എടാ ഇക്കും പയ്യടാ എന്തിനാ ഇപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ടുകള്. ഇവിടെ ആരുള്ള ഏതി പന്നി ആളൊന്നല്ല ഒരു തെങ്ങിന്റെ അത്ര ആളുണ്ട്. തന്നെ തെങ്ങിന്റെ അത്ര ആളുണ്ട്. പിന്നെ എന്താ പാറടിയിലാണ് ഫുള്ള് അടിക്കാണിത്. അല്ലാണ്ട് നമ്മളവിടെ മറ്റേ കുട്ടാമ്പാടത്ത് പോയി കുളിക്കാൻ മാത്രമല്ല പന്നിക്കും വീത്തലിട്ട മുത്ത അത്രക്ക് പറയുള്ളൂ. ഫുള്ള് പറയും ഞാനെവിടെ മുണ്ടാടാ എനിക്ക് ഇക്കലെ വണ്ടിട്ടോ മേത്ത് തൊട്ടാൽ ഇക്കലാണ് കഴിച്ചപ്പോ ഞാനെവിടെ പിടിക്കാം. ഓഫ് റോഡാണിത്. എനിക്ക് മേത്ത് പിടിക്കണ്ടേ. മുള്ളടാ ശിവന്മാരിയാ കുടിക്കട്ടോ. അല്ലാക്കറിയ പന്ത് വല്ല മണിച്ചിത്രത്താഴ സ്ഥലത്തേക്കിട്ട് കൊണ്ടുപോകാം. പടച്ചോനെ ഇറങ്ങണേ കാലിട്ട് പന്നിച്ചൊക്കെ. അപ്പൊ ഞങ്ങള് വണ്ടി ഇവിടെ വെച്ചെടുത്താ ദപ്പ കെട്ടി പറഞ്ഞു ഷെയിം. ഏതാ സ്പോട്ടിലെ ഒരു രക്ഷയില്ല കേസ്. ആസിഫ സ്ഥലം പറഞ്ഞു കൊടുക്ക്. എനിക്കറിയില്ല. പറഞ്ഞു കൊടുക്ക്. ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. ഏത് എയർപോർട്ട്? വടക്കൻമല. 12 ഇല്ല, ഒരു 8 കിലോമീറ്റർ. നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് 8 കിലോമീറ്റർ. വടക്കൻമല. വടക്കൻമല കുളിക്കൽ ആന്തിയൂർക്കുന്ന് വടക്കൻമല. ഏതാ മൂട് ഫോണും രക്ഷലട്ടാ. ഒരു രക്ഷല. ട്രൗസർ വന്നാ പേടിയാ. അവിടെ ഒരു തെങ്ങിന്റെ ആഴം അല്ലേ? ഇക്കി രൂപയാണോ ഗൈസ്? അപ്പൊ ഒരു കിഡിലെ സ്പോട്ട് ഉണ്ട്. ഇവിടുന്നാ ഏതാ ഒരു ഓഫ് റോഡ് യാത്ര നേരെ ഈ കുളത്തേക്ക് കുളിക്കാളെ. ഇവിടെ ഒന്നും വലിയ ആഴല്ല കേട്ടോ. പക്ഷെ അവിടേക്ക് ഒരു തെങ്ങിന്റെ ആളുണ്ട്. തീരുമാനാവൂലേ? നീന്താ അറിയാത്തവര് വന്നാ ആസിഫിന്റെ പോലുള്ളവരൊക്കെ വന്നാ തീരുമാനാവും. ഞാൻ ഇറങ്ങാൻ പെട്ടേക്ക് മൂടായി. ഞാൻ ഇറങ്ങിട്ടാ ആസിഫേ. ഇല്ലല്ല മതി ഗൈസ്. അപ്പൊ ഞാൻ കുളിക്കാൻ വേണ്ട. അപ്പൊ ശരി. ഇത് മറ്റേ സലീകുമാർ മൊന്ത പിടിച്ചു പറഞ്ഞ പോലെ നീന്താറിഞ്ഞിട്ട് കാര്യല്ല. നീന്താ അറിയില്ലല്ലോ. ആ പെണ്ണ് കെട്ട് കൊറേ പന്നികളെ പിടിക്കാൻ നോക്കിയ എന്താ ആളുള്ളടത്ത് കഴിയോ ഇന്നടാ. ആടാ എന്നെ കൊണ്ടുപോര്. ആട്ടാശിവ എനിക്ക് നീന്താ അറിയാത്താണ്. ആ നീരുന്നേ അത് താവും.
പോടാ ഒരാളെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കണ. അടിപൊളി മസാജ് കിട്ടോടെ. നല്ല സുഖം. നീന്തലായിട്ട് സുഖം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പുറത്തേക്ക് എത്തിട്ടാ. ഓക്കെ ആ പടച്ചനെ കാത്തോളേ. ചത്ത് 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 പൊന്തിയാ. ആ ഗൈസ് സെക്കൻഡ് മസാജ് ചെയ്ത് എടുക്കണ്ട. എന്തല്ലേ മോളിക്ക് വന്നിട്ടില്ലേ? ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഇളക്കല്ലേ. ആര് വിട്ടു? എന്താണ്ട വയ്യ എനക്ക് ആരും പഠിപ്പിക്കാൻ പറ്റി വയ്യാത്ത കുട്ടി. എവിടെ അവിടെ പാറ പിടിക്കാറ്റുള്ള ഇവിടെ നിക്കാന്ന് വെച്ച് കാലത്തുമ്പോ അതും വഴിക്ക് വീഴാം. അവസാനം ആസിഫിനോട് പറയാം അവിടെ അവിടെ ഏറ്റവും കൂടുതൽ അപ്പോഴാണ് തെണ്ടി പറയണത്. ഇയാള് സുധീറാണ്ടാ. നീന്തട്ടാ ആസിഫെ മരിക്കൂല. ആസിഫിലോട്ട് കേറിക്കോ, ഞാൻ പറഞ്ഞ ടൈം പുറത്തിരുന്നാ മതി നിങ്ങള്. ഓട്ട എന്തത് ഓന് നീന്താ അറിയണാണ്. അങ്ങനെ ആച്ചിപ്പുക്കതാ നിക്ക് പൂരടാ പൂരടാ മതി. ആകട്ടെ പോയാ കാറ്റ് വീണ്ടുണ്ടല്ലേ. കൈയെടുത്ത് അഴിഞ്ഞോളി, കുഴപ്പമില്ല പൊക്കോളുണ്ട്. പന്നി മരിച്ചു. അവൻ വന്നിട്ട് ഇളക്കാനാണ് പറഞ്ഞ. പ്ലാറ്റ് ഇട് പ്ലാറ്റ് ഇളക്കാനാണ് ചത്ത് പോരാ. തരാത്ര 500 പേരാ അത്. മരിച്ചോ. രണ്ട് തെങ്ങ് ഇമ്മാതിരി പേടിത്തോണ്ടാണ് അവിടെ കൊണ്ടിട്ടുള്ളത്. 2 തെങ്ങ് ആണ്ട് കേസ് മരിച്ചാ എന്ത് പേടിയാണ്ട് പേടിക്കണേ. തൂറോടെ അറിയാ മുങ്ങിപ്പോന്ന് പേടിച്ചിട്ട് നീന്താ അറിയാതൊക്കെ. നീന്താ അറിയാ മുങ്ങിപ്പോന്ന് പേടിച്ചിട്ട്.
അയ്യോ അയ്യോ കേറിയിട്ട് ബാക്കി തരാം അതൊക്കെ. ഒന്നും പറ്റില്ല, എനിക്ക് ഉറപ്പാണ്. ഒന്നും പറ്റില്ല അപ്പൊ നമ്മളെ ഈ സ്പോട്ട് പറയണത് എയർപോർട്ടിന്റെ അടുത്ത് എവിടെയാണ് ആസിഫ? എയർപോർട്ടിന്റെ അടുത്തുനിന്ന് പുളിക്കലിന് ഒരു 3 കിലോമീറ്റർ. പുളിക്ക വന്നിട്ട് വടക്കമല നീലക്കോറി എന്ന് പറഞ്ഞത്. നീലക്കോറി വടക്കമല ഒറ്റക്കാരും വരരുത്, ഒറ്റക്കാരും വരരുത്, ട്യൂബില്ലാണ്ട് വരരുത്, ട്യൂബില്ലാണ്ട് വരണ്ട. നീന്താ അറിയണവര് ഓക്കെയാണ്. പക്ഷെ അത്ര ആയിട്ട് 2 തെങ്ങിന്റെ ഇതേപോലെ സെയിം ആയിട്ടുണ്ട്. അതേ ആയിട്ടുണ്ട്. ഇതാ ഇവിടെ തന്നെ ഉണ്ട് ഇത്ര ആയിട്ടാ. എന്താണ് എക്സ്പീരിയൻസ് പറയാനുള്ളത്? നീന്താ അറിയാ, പക്ഷെ ഒരാൾ പേടി കൊടുക്കണം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നീന്താൻ പറ്റില്ല. അളിയാർക്ക് നീന്താ അറിയാന്ന് പറയുമ്പോ ഞാൻ കുട്ടാള വാർത്ത പാടാൻ ഓർമ്മ അന്ന് ഏകദേശം അവിടേക്ക് നീന്തിട്ടോ, ആ പാറക്കല്ല് വരെ നീന്തിട്ടോ. പന്നിറക്കി കൊടുത്തിട്ടല്ലോ താഴ്ച. എനിക്ക് പാറ പിടിച്ചിട്ടും കൂട്ടണില്ല. ആ കല്ല് വരെ, ആ മണക്കല്ല് വരെ അവിടെ ആ സൈഡിലില്ല. ഞാൻ ഒരു കാര്യം പറയാം, സൈഡില് അതേപോലത്തെ ആഴട്ടാ. പോട്ടെ, ഞാൻ എത്ര നീന്തണ പോലെ നീന്തിട്ടോ. വിശാഖ നീന്തി കളിക്കാൻ പോകുന്നു ഗൈസ്. അവിടേക്ക് 6 റൗണ്ട് അടിച്ചാ ഇങ്ങനെ. ഇവിടൊക്കെ നിന്ന് പോയാ മരിച്ചിട്ടാ. ഞാൻ പറയാനുള്ള റിസ്ക് എടുക്കണ്ട. ഇതകത്ത് കഴിഞ്ഞാ കഴിഞ്ഞ ആള്. ഞാൻ ഇവിടെ റിസ്ക് എടുക്കാറില്ല. അത് മറ്റേ മുങ്ങിപ്പോയ അങ്ങനെ നിക്കണ കൊള്ളല്ലോ. ഇവിടെ എത്ര ഉണ്ട് ഗൈസ്? മറ്റേ സാധനം ചെമ്പ് ചെമ്പ് സ്ഥലത്ത് ഞങ്ങള് ആ കാണുന്ന മല കാണാൻ പോവാണ്. മല കേറാൻ പോവാണ് ഞങ്ങള്. ഒന്ന് കേറിയ തന്നെ വയ്യ. ഒടുക്കത്തെ എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ഓഫ് റോഡ്. അതിന് നേരെ ഈ കുളത്തേക്ക് വന്നതിന്റെ മൂടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓ മരണം വരുമൊരു നാളോർക്കുക മദ്യാനീ. ടു എക്സ് 2x വാട്ട് ആൻ എക്സ്പീരിയൻസ് ഗൈസ്. ഒരു രക്ഷയില്ല. അതൊന്നൊരു വിഷയല്ല. ഏത് മൂഡ് ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു 1.5 എക്സ്പീരിയൻസ് കിട്ടി. താങ്ക്സ് ബ്രോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്താ പറഞ്ഞേ? ഭയങ്കര ധൈര്യല്ലേ. അപ്പൊ ബൈ ഗൈസ്.